പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ മറിയം എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു വലിയ പൂന്തോട്ടത്തിലൂടെ പോകണം, അയർലൻഡിലേക്ക്. പൂക്കൾ, നമ്മളെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന് പറഞ്ഞ പോലെ പൂക്കൾ കൊഴിയാത്ത രാജ്യം. നമ്മൾ കുറേ അച്ഛന്മാരെ അയർലൻഡിലുണ്ട്. അപ്പോൾ അവർ ഒക്കെ വരുമ്പോൾ അവിടുത്തെ അതിമനോഹരമായ സ്പ്രിംഗ് ടൈം, വസന്തകാലം ത്തെക്കുറിച്ച് പറയും. ഇന്ന് അതുപോലെ ആ വസന്തത്തിൽ പൊട്ടിവിടർന്ന അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് നമ്മുടെ സബ്ജക്റ്റ്. നോക്കിലെ മാതാവ്, അവർ ലേഡി ഓഫ് നോക്ക്. ഇത് അയർലൻഡിൻ്റെ പടിഞ്ഞാറക്ഷത്തായിട്ട് വരും. അവിടെ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച്, യോഹന്നാൻ മാന്താനയുടെ പള്ളിയിലാണ്. അവിടെ അതൊരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ ചുമരിലാണ്, ഒരു പീഠത്തിൻ്റെ മുകളിലായിട്ട് ആണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണപ്പെട്ടത്. അവരുടെ പേര് മേരി മാഗ്ലോഗിൻ എന്നാണ്. മേരി മാഗ്ലോഗിൻ, അടിപൊളി പേരാ. അതായത് ഇവർ ഒരു പെട്ടെന്ന് നോക്കിയപ്പോൾ ചുമരിൽ നല്ല ഒരു ദീർഘകായമായിട്ട് ഒരു സ്വർഗീയ വൈറ്റ് കളറിൽ അമ്മ നിൽക്കുന്നു. ചുമ്മാ ഇങ്ങനെ വെട്ടി പോകുന്നതല്ല. അവർ 1, 2, 3 പ്രാവശ്യം പല ഘട്ടങ്ങളിലായിട്ട് വീട്ടിൽ പോയിട്ട് വന്നിട്ടും നാട്ടുകാരെ വിളിക്കാൻ പോയിട്ട് വന്നിട്ടും ഒക്കെ ഈ രൂപ അവിടെ നിൽക്കുകയാണ്. അല്ല, മാഞ്ഞു പോകുന്നൊരു ദിവാസ്വപ്നമല്ല ഇത്. ഈ പ്രത്യക്ഷത്തിൻ്റെ പ്രത്യേകത ഇതേ വൈറ്റ്, സ്വർഗീയ വൈറ്റ് തന്നെയാണ് ഔസേപ്പിതാവ് കൂടെ നിൽക്കണം മാതാവിൻ്റെ. ഇതേ സ്വർഗീയ വൈറ്റ് തന്നെയാണ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് നിൽക്കുന്നത്, സുവിശേഷകനായ ജോൺ. ഈ ജോണിനും അമ്മയ്ക്കും തമ്മിൽ ഭയങ്കര ബന്ധമാണെന്ന് എനിക്കറിയാമല്ലോ. അതായത് ഈശോ കുരിശിൽ വെച്ച് അമ്മയെ ഏൽപ്പിക്കണത് ജോണിനെയാണ് ഏൽപ്പിക്കണത്. അപ്പോൾ ആ ജോൺ ഒരുപക്ഷെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഈ ജോൺ വരണത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഇവർ ഈ മേരി മാഗ്ലോയിൻ ഈ കാഴ്ച കണ്ട് വിസ്മയിച്ച് ഇവരുടെ കൂട്ടുകാരത്തെ വിളിക്കാൻ വേണ്ടി പോകും. പോയിട്ട് കൂട്ടുകാരത്തെയും കൊണ്ട് തിരിച്ചു വരുമ്പോഴും ഈ രൂപങ്ങൾ അതുപോലെ തന്നെ അവിടെ നിൽക്കും. നടുക്കൊരു കുരിശുണ്ട്. ഇത് ഏറെക്കുറെ ദേവാലയത്തിന് പുറകിലുള്ള ചുമരാണ് ഈ നമ്മളെ പഠനങ്ങളൊക്കെ കണ്ടു വരുന്നത്. അതിനുശേഷം ഇവർ നാട്ടുകാരെ വിളിക്കാൻ പോകും. നാട്ടുകാർ വരുമ്പോഴും ആ രൂപങ്ങളെല്ലാം അമ്മയെ നടുക്ക് നിർത്തുന്ന രീതിയിൽ ആ പ്രത്യക്ഷീകരണത്തെ സ്വർഗീയ വൈറ്റാണ്. ഒരു സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു ദർശനമാണിത്. ഈ നാട്ടുകാരെല്ലാം വന്ന് അവിടെ നിന്ന് ജപമാല ചെല്ലും. ഈ ജപമാല ചെല്ലുമ്പോഴും മായാതെ രൂപങ്ങൾ അവിടെ നിന്നിരുന്ന്, അതാണ് നോക്കിലെ മാതാവിൻ്റെ ഏറ്റവും വിസ്മയനീയമായ ഒരനുഭവം. അതായത് ഇത് ഒരു അപൂർവ അനുഭവമാണ്. പ്രത്യക്ഷപ്പെടൽ അങ്ങനെ ഓരോരുത്തരും വന്ന് കാണുകയെ അവിടെ നിലനിന്നുകൊണ്ടിരുന്നുള്ളത് വലിയൊരു വിസ്മയ കാഴ്ചയാണ്. 1945 പിയൂസ് 12 പാപ്പയും 1960 ജോൺ 23 പാപ്പയും 1974 പോൾ 6 പാപ്പയും 1979 പാപ്പമാരാണ് ഈ നോക്കിലെ അപ്പാരിഷൻ അംഗീകരിക്കുകയും അത് സർവദേശ സഭയ്ക്ക് പ്രാർത്ഥനാപരമായ അംഗീകാരം, വിശ്വാസത്തിൻ്റെ അംഗീകാരം നൽകി പ്രാർത്ഥനയ്ക്ക് കവാടം തുറന്നിട്ടിരിക്കുന്നത്. 1879 ഓഗസ്റ്റ് മാസം 21 ആരംഭിച്ച ഈ അപ്പാരിഷൻ, അത് എൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയാമോ? ഈ ദേവാലയം വിട്ടുപോകാത്ത കുറേ ശുശ്രൂഷകരുണ്ട്. പള്ളിയടിക്കാരെന്ന് പറയുമ്പോൾ നമ്മളോർക്കും പള്ളിയുടെ ലീസ്റ്റായിട്ടുള്ള ഒരു ജോലിക്കാരത്തിയാണെന്ന്.
പക്ഷേ ലീസ്റ്റായാലും ആരാണവർ? കർത്താവിൻ്റെ ആലയത്തിൻ്റെ വെടിപ്പും വരെയും നോക്കുന്ന വ്യക്തിയാണത്. ആ വ്യക്തി അവർ ശരിക്കും നമുക്ക് ബൈബിളിൽ ഇങ്ങനെ ഒരാളുണ്ടേ, സ്ഥിരം ദേവാലയത്തിൽ താമസിക്കുന്ന ആൾ. അയാൾക്കല്ലേ ഈശോ പ്രത്യക്ഷപ്പെട്ടത് ആദ്യമായിട്ട്? ആരാണ്? അന്ന എന്ന പ്രവാചിക. അന്ന എന്ന പ്രവാചിയെക്കുറിച്ച് എന്താ പറയണത്? അതായത് അവർ താരുണ്യം മുതൽ 7 വർഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. ബാക്കി അങ്ങനെ 84 വർഷം അവർ ദേവാലയം വിട്ടുപോകാതെ ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയപ്പോഴാണ് ഔസേപ്പിതാവും മാതാവും ഉണ്ണീശനെ കൊണ്ടുവന്നപ്പോഴേ ഉണ്ണീശോയുടെ ഛേദനാചാരത്തിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അന്ന എന്ന പ്രവാചകയും അവിടെ വരണത്. എത്രയോ ഛേദനാചാരത്തിൽ എത്രയോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഛേദനാചാര കർമ്മം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ എത്രയോ കരച്ചിൽ അവരവിടെ കേട്ടിട്ടുണ്ട് ആ ദേവാലയത്തിൽ. പക്ഷേ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഇത് പെട്ടെന്ന് അവർക്ക് പിടിക്കും. കാര്യം ഇങ്ങനെയുള്ളവരാണ് ദൈവത്തെ കാണുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്നില്ലേ? എളിയവൻ നിലവിളിച്ചു, കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേട്ടു. ഈ എളിയവൻ പിന്നീട് ചരിത്രത്തില്ലാത്തവനായി മാറും. ഇത് നമ്മുടെ ചരിത്രമാണ്. എപ്പോഴും ഓർത്തേക്കണം, നീ ചെയ്യണ ലീസ്റ്റ് ജോലിയാണെങ്കിലും അതൊരു കുറ്റിച്ചൂല് കൊണ്ട് കർത്താവിൻ്റെ ആലയം അടിക്കുകയാണെങ്കിലും ഇതെല്ലാം കാണുന്ന കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. നൊക്കിലെ മാതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഓർക്കണം, കുഞ്ഞു ജോലിയാണ് കർത്താവിൻ്റെ നാമത്തെ വിശ്വാസം ചെയ്തു കഴിഞ്ഞാൽ നിനക്കും ദൈവത്തിൻ്റെ ദർശനം അത് നിത്യത വരെ അവകാശമോഹരിയാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസറാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിലെ മാതാവിൻ്റെ വിസ്മയകരമായ കാഴ്ചകളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇത് അവസാനം നോക്ക് വലിയൊരു മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറും. പ്രത്യേകിച്ച് അയർലൻഡിൻ്റെ എല്ലാ രൂപതകളിൽ നിന്നും ഈ ആഗസ്റ്റ് മാസമാകുമ്പോൾ ജനങ്ങൾ വാഹനത്തിലും കാൽനടയായിട്ടും വലിയ പ്രാർത്ഥനാ പ്രയാണം നടത്തും നോക്കിലേക്ക്. കാരണം ഇത് ഇപ്പം സെൻറ്റ് പോള് പറഞ്ഞിരിക്കണത് എന്താണ്? 500 പേര് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളുണ്ടെന്ന്. അകാലജാതനപ്പോലും ഞാനും ഉണ്ടെന്ന് പറയും. അദ്ദേഹത്തെക്കുറിച്ച് പറയണ ഇതുപോലെ നോക്കിനും സഭയ്ക്കിത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാനുള്ള ഒരു കാരണം 15 പേര് ദിക്സാക്ഷികളുണ്ട് ഒഫീഷ്യലായിട്ട്. വിശുദ്ധ യോഹന്നാൻ്റെയും യോസേപ്പിതാവിൻ്റെയും നടുവിലെ പ്രാർത്ഥനാ നിർഭരയായി നിൽക്കുന്ന അമ്മയെ കണ്ട 15 പേരുണ്ട് വിറ്റ്നസ്സീസ്, ഒഫീഷ്യൽ വിറ്റ്നസ്സീസ്. അതായത് അവിടെ ഒഫീഷ്യൽ വിറ്റ്നസ് സഭയെ ഈ വിശ്വാസ സത്യത്തെ അംഗീകരിക്കാൻ വേണ്ടി അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ സഹായമായിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് അത്ഭുതങ്ങളും. ക്രച്ചസൊക്കെ അവിടെ ഇട്ടിട്ട് ആൾക്കാർ നടന്നു പോയിട്ടുണ്ട്. അത് നോക്കിൻ്റെ അത്ഭുതങ്ങളുടെ ഭാഗമാണ്. പിന്നെ ദ നൊവേന ഓഫ് നോക്ക്, അതിപ്രശസ്തവും 10,000-കണക്കിന് തീർത്ഥാടകരെ ഭക്തിനിർഭരമാക്കുന്നതാണ് നോക്കിൻ്റെ നൊവേനകൾ. നോക്കിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകത നോ മെസ്സേജ്. പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നുമില്ല. ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താണ്? പ്രേയിങ് മദർ.
നിത്യമായ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. അതുകൊണ്ടാണ് ജനങ്ങളത് കണ്ടിട്ട് വന്ന് മുട്ടയെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന അരൂപി അയർലൻഡിൽ മുഴുവനും വ്യാപിക്കാൻ വേണ്ടി അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടൽ വലിയ തോതിൽ ഐറിഷ് ജനതയെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ തീർത്ഥാടനം ചെല്ലുന്ന എല്ലാ മനുഷ്യരെയും, നമ്മുടെ മാർപ്പാപ്പന്മാരെല്ലാം വിശുദ്ധ ജോൺ പോൾ ഉൾപ്പെടെയുള്ള മാർപ്പാപ്പന്മാർ അവിടെ സന്ദർശിക്കുമ്പോൾ സഭയ്ക്കുള്ള ഔദ്യോഗികമായ അംഗീകാരത്തിൻ്റെ മേലുള്ള അംഗീകാരം ആ വിശുദ്ധ സ്ഥലത്തിന് ലഭിച്ച് അത് അനുഗ്രഹത്തിൻ്റെ ഒരു വറ്റാത്ത നീറുറവായിട്ട് ഇന്ന് നോക്ക് സ്വർഗത്തിൻ്റെ നദി പോലെ ഒരു മരിയൻ നദിയായി അനുഗ്രഹത്തിൻ്റെ നദിയായി ഒഴുകുകയാണ്. ഈ തീരത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ 1 by 1 ആണെന്നാണ്. ഓരോ പ്രത്യക്ഷീകരണങ്ങളും നമ്മൾ ഈ മരിയൻ അപ്പാരിഷൻസിലൂടെ, അതായത് നന്മ നിറഞ്ഞ മറിയം എന്നുള്ള നമ്മുടെ കുന്നസ്തീവലി ചാനലിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാനലിൽ ഈ ശുശ്രൂഷകൾ കണ്ടതിന് ശേഷം, കാര്യം നമുക്കറിയാം പല തരത്തിലുള്ള ജനങ്ങൾ പല കാലങ്ങളിൽ കണ്ട കാര്യങ്ങളാണ് നമ്മൾ ഒരേ കാലങ്ങളിൽ കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും ഈ ഒരു ചാനലിലൂടെ ഇപ്പോഴ് നന്മ നിറഞ്ഞ മറിയം എന്നുള്ള എപ്പിസോഡിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഇറ്റ്സ് വണ്ടർഫുൾ, ഇറ്റ്സ് ഗ്രേറ്റ്. എന്ന കാര്യത്തിൽ പല ജനതകൾ, ലൂർദ്, ഫാത്തിമ, അതുപോലെ മജ്ജിക്കോര, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള ഓരോ അപ്പാരിഷൻസും പല കാലങ്ങളിലാണ്, പല കാലങ്ങളിൽ പല ജനങ്ങൾ നൂറ്റാണ്ടുകളുടെ ഇടയിലാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളതെങ്കിലും നമ്മളിതെല്ലാം കാണുന്നത് വെറും ഒരു മാസം കൊണ്ട് കണ്ട് തീർക്കുകയും, അപ്പോൾ ആ പാരഷൻസ് എല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടുകയും, അപ്പോൾ അവരെ പോലെ നമ്മളും അനുഗ്രഹീതരാകുകയും. പക്ഷെ അത് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതെടുത്ത് കഴിയുമ്പോൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കാനും വിശ്വാസം നമുക്ക് വിശുദ്ധി തരികയും, എല്ലാ പാരിഷനിലും ഒരു മനസ്സാന്തരം വരുന്നുണ്ട്, പ്രാർത്ഥന വരുന്നുണ്ട്, മനസ്സാന്തരം വരുന്നുണ്ട്, പ്രായശ്ചിത്തം വരുന്നുണ്ട്, അതുപോലെ തന്നെ അഭിവൃദ്ധി വരുന്നുണ്ട് ജനങ്ങളുടെ. അപ്പം അമ്മ ഒരു അഭിവൃദ്ധിയാണ്, അമ്മ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനമാണ്, അമ്മ അനുതാപത്തിന് വേണ്ടിയുള്ള അനുതാരിയാണ്. അപ്പം അമ്മ ആത്മീയ ജീവിതത്തിന് വേണ്ടിയുള്ള ആവേശമാണ്. കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത് മരിയൻ അപ്പാരിഷൻ അല്ലെങ്കിൽ മരിയൻ ദർശനം എന്ന് പറയുന്നത് ഒരു അപൂർവ സംഭവമല്ല. 10,000 മനുഷ്യർക്ക് മരിയൻ ദർശനങ്ങളും സ്വപ്നങ്ങളും അപൂർവമായിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളും ഹൃദയശുദ്ധിയോടെ, നിഷ്കളങ്കമായ മനസ്സോടെ, പ്രാർത്ഥനാനിർഭരമായ ഹൃദയത്തോടെ ദൈവത്തിലായിരുന്ന തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ദർശനം, പ്രത്യേകിച്ച് അമ്മയിലൂടെയാണ് ലോകം കൂടുതൽ അനുഭവിക്കുന്നത്. നോക്കിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം മറ്റെല്ലാ അപ്പാരിഷൻ പോലെ തന്നെയും വ്യത്യസ്തമാണ്. നോക്കിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം മൗനമായിരുന്നു. പ്രാർത്ഥന നിർഭരമായ സമർപ്പണത്തിൻ്റെ മൗനം കൂടിയാണ് മാതാവിൻ്റെ മൗനം സൂചിപ്പിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, നോക്കിലെ മാതാവ് മറ്റെല്ലാ അപ്പാരിഷനേക്കാളും ഭയങ്കര വ്യത്യസ്തപ്പെട്ട ഒരു അപ്പാരിഷനാണിത്. കാരണം അമ്മ മൗനമായിട്ടാണോ നിൽക്കുന്നത്. മൗനമായ മാതാവ് എന്ന് പറയുന്നത് ബൈബിളിലെ മാതാവാണ്. കാര്യത്തിനാൽ കഠോരമായ ഹൃദയാഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആത്മസംഘർഷം ഉണ്ടായാലും അമ്മ മൗനമായിരിക്കും, പ്രാർത്ഥനാനിർഭരമായിരിക്കും. അതാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷം 2:19 2:52 പറയുന്നത്. എന്താണ്? യേശുവിൻ്റെ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. നോക്കിലെ മാതാവ് സന്ദേശമില്ലാതെ മൗനമായി സ്വർഗത്തിലേക്ക് കണ്ണു നട്ടു നിൽക്കുമ്പോഴെന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ച അത് ആ വചനം വ്യാഖ്യാനിക്കാനാണെങ്കിൽ ഭയങ്കര രസമാണ്. കാര്യം നമ്മൾ എന്ത് പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലൂടെയാണ് പോകണമെങ്കിലും അത് ഹൃദയത്തിലേക്ക്, ദൈവത്തിലേക്ക് സംഗ്രഹിച്ചുകൊണ്ട്
പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള വിഷയങ്ങളാണ്. എല്ലാ വിഷയങ്ങളെയും എല്ലാ വേദനകളെയും പ്രാർത്ഥനയാക്കി മാറ്റാൻ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മയുടെ മൗനമെന്ന് പറയണത് പ്രാർത്ഥനാനിർഭരമായ സമർപ്പണത്തിൻ്റെ മൗനമാണ്. അതായത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറയുന്നത് തന്നെ സമർപ്പണമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് അമ്മയിൽ നിന്ന് പഠിച്ചത് ഏത് സംഘർഷ സമയവും അതിനൊരു ദൈവികമായ പദ്ധതി ഉണ്ടാവും. ആ പദ്ധതി നിറവേറുവോളം നമുക്ക് കാത്തിരിക്കാനുള്ള പ്രത്യാശ, കാത്തിരിക്കാനുള്ള വിശ്വാസം, അല്ലാതെ അതിനെതിരെ ഒരു ബഹളവും അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് അവിടെ ആകപ്പാടൊരു സീനാക്കി ആ സമാധാനം കൂടെ ഉള്ളവരുടെ പോലും സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയേക്കാൾ ഉപരി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതേക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ആലോചിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന അമ്മയാണ് നൊക്കിലെ മാതാവ്. അതാണ് പ്രാർത്ഥനാ നിർഭയായി സ്വർഗത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന മാതാവ് എന്ന് പറയുന്നത്. ഈ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹൃദയ വിഷയങ്ങൾ, ജീവിത പ്രാരാബ്ധങ്ങൾ, സംഘർഷ ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളെയെല്ലാം പ്രാർത്ഥനയാക്കി മാറ്റാനും ആ പ്രാർത്ഥനയിലൂടെ ദൈവികമായ തീരുമാനം കരഗതമാക്കുവാനും മാതാവിൻ്റെ തനിമ എന്ന് പറയുന്നത് ഈ മൗനമാണ് അമ്മയുടെ സമർപ്പണവും അതുപോലെ തന്നെ ഹൃദയത്തിൽ സംഗ്രഹിക്കലും. ഇത് ഒരു ടിപ്പിക്കൽ മരിയൻ പാരിഷനാണ് നോക്കിൻ്റെ ദർശനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ എല്ലാത്തിനും പരിഹാരം പ്രാർത്ഥനയാണെന്ന് പറയാതെ പറയുന്ന ഒരു പ്രത്യക്ഷീകരണം നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ മുഖത്ത് നമ്മളെതിരെ നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അമ്മ ഒരു പ്രത്യേക പ്രചോദനം നൽകട്ടെ എന്ന് കൂടി ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നു.